Hi, I'm Vijay S. Nair, former officer, Food Corporation of India. Current Affairs in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. First news, US election aid allegations deeply troubling, says MEA. ആ ന്യൂസ് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടു കാണും. US aid എന്താണെന്ന് അറിയാം. US എയ്ഡിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് USAID അവർ $21 million ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇലക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എലോൺ മസ്ക് ആണ് ഇപ്പോ ഈ ഡോജ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഹെഡ്. ഡോജ് മീൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഈ ഡൊണാൾഡ് ട്രംപിന്റെ അണ്ടറിൽ ഗവൺമെന്റ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഡോജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അണ്ടർ എലോൺ മസ്ക്, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, ആൻഡ് ഹി സ്റ്റോപ്പ് ദിസ് ഫണ്ടിങ് of $21 million by USAID for ഇൻക്രീസിങ് വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വോട്ടർ ടേൺ ഔട്ട് ഇൻക്രീസ് ചെയ്തിട്ട് അമേരിക്കയ്ക്ക് എന്താണ് ഗുണം? അപ്പൊ അതല്ല, അവർക്ക് വേറെ എന്തൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കോൺഗ്രസും BJP തമ്മിൽ വാർ ഓഫ് വേർഡ്സ് ഈസ് ഹാപ്പനിങ്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ടുഡേ. സോ അത് അത്രേ പറയാനുള്ളൂ, അതിനപ്പുറത്തേക്ക് വേണ്ട. സെക്കൻഡ് ന്യൂസ്, ഇന്ത്യ ചൈന വർക്ക്ഡ് ഹാർഡ് ടു പ്രൊട്ടക്ട് G20 ജയശങ്കർ. You can see a photograph of Jaishankar and Wang Yi here. They are shaking hands. Wang Yi is the foreign minister of China. Wang Yi is the foreign minister of China, and both of them held discussion on the sidelines of G20 foreign ministers meeting in Johannesburg, South Africa. G20 foreign ministers meeting എവിടെ നടന്നു? ജോഹന്നാസ്ബർഗിൽ നടന്നു. ജോഹന്നാസ്ബർഗ് ഈസ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോ വാങ് യി ഈസ് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ഓഫ് ചൈന. അപ്പൊ ഇന്ത്യയുടെ ജയശങ്കറുമായിട്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം ചൈന ആൻഡ് ഇന്ത്യ വെയർ അറ്റ് ലോഗർ ഹെഡ്സ് ടിൽ നവംബർ ലാസ്റ്റ് ഇയർ, ബട്ട് the relationship has vastly improved after that because of the meeting held between Indian Prime Minister and Chinese President on the sidelines of BRICS summit in Kazan, Russia. After that, Jaishankar himself visited, not Jaishankar, India's Foreign Secretary Vikram Misri visited Beijing last month in January, and India's National Security Advisor Ajit Doval also visited China, and India and China is doing a lot of talks to improve the relationship between India and China. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ G20യുടെ സൈഡിലൈൻസിലാണ് നടന്നത്. G20യുടെ അല്ല, G20 ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇപ്പൊ നടന്നു ജോഹന്നാസ്ബർഗിൽ. G20 ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. G20 എല്ലാവർക്കും അറിയാലോ, വേൾഡിലെ ടോപ്പ് മോസ്റ്റ് 20 എക്കോണമീസ്, ദാറ്റ് ഈസ് G20. വേൾഡിലെ 20 ബിഗ്ഗസ്റ്റ് എക്കോണമീസ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ പ്ലസ് ആഫ്രിക്കൻ യൂണിയൻ, ഇതെല്ലാം കൂടി ചേർന്നാണ് G20. വേൾഡിലെ ടോപ്പ് എക്കോണമീസ് പ്ലസ് എന്തൊക്കെയാണ്? യൂറോപ്യൻ യൂണിയൻ EU ആൻഡ് ആഫ്രിക്കൻ യൂണിയൻ AU, ഇതെല്ലാം കൂടി ചേർന്നാണ് G20 എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാലിൻ പ്രധാൻ സ്പാർ ഓവർ NEP's ലാംഗ്വേജ് പ്രൊവിഷൻ. ദാറ്റ് ഐ ഡിസ്കസ്ഡ് യെസ്റ്റർഡേ ഓൾസോ. MK Stalin and Dharmendra Pradhan, India's education minister, are trading barbs against each other regarding the implementation of NEP, National Education Policy, in Tamil Nadu. NEP is so particular about the implementation of 3 language formula in all the states, but Tamil Nadu is not ready to adopt these 3 language formula. They want to teach students only Tamil and English. Appo government of India is not ready to release Samagra Shiksha fund to Tamil Nadu because of the reluctance of them to implement the NEP, National Education Policy, in letter and spirit. അപ്പൊ അതാണ് അവിടെ ഇപ്പോൾ ഒരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അത് അവിടെ തങ്ങളുള്ള അടിയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കൂടെ കാണാം, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ. Then armies of India, Pakistan hold talks in Jammu amid rising tension along LOC. That is another news. Jammu and Kashmir is a relatively peaceful state now after the abrogation of Article 370 in 2019, and the firing incidents happening between the LOC, line of control between India and Pakistan, and is also relatively very less. But now that pattern has changed. There is some skirmishes happening between Indian and Pakistan armies in the border. So to reduce the tension prevailing in the LOC, line of control. What is LOC? LOC is the അവര് ഡിമാർക്കേറ്റഡ് ലൈൻ ആണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ളത്. LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളതാണ്. LOC ആൻഡ് LAC. LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യ ചൈന. LOC, ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യ പാകിസ്ഥാൻ. അപ്പൊ ഈ ടെൻഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യയുടെ പാകിസ്ഥാന്റെ മിലിറ്ററി ലെവലുള്ള ആൾക്കാർ ടോക്ക് നടത്തിയെന്നാണ്. അതാണ് ന്യൂസ്.
Then next news, Uttarakhand to tell High Court why it sought personal details to register live-in ties. Live-in ties. That you all know, the in Uttarakhand, the Uniform Civil Code was implemented from January onwards. Uniform Civil Code, the first state in India to implement Uniform Civil Code after independence is Uttarakhand. That also we discussed. But in Uttarakhand, in Uniform Civil Code, there is a provision to register the live-in relationships. So some people went to the High Court of Uttarakhand arguing that this is an infringement of privacy. So you all know that in Puttaswamy versus Union of India case in 2017, Supreme Court of India categorically stated that privacy is a fundamental right. Based on that, lesbian relationship, നമ്മളുടെ ഹോമോസെക്ഷുവാലിറ്റി എല്ലാം ഇന്ത്യയിൽ ഡീക്രിമിനലൈസ് ചെയ്യുക ചെയ്തു 2018. അപ്പോൾ 2017 പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ഇന്ത്യയിൽ ഈ പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ഡിക്ലെയർ ചെയ്തത്. സോ ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇൻഡിവിജ്വൽസിന്റെ പ്രൈവസിയിലേക്കുള്ള എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. സോ ദാറ്റ് പ്രൊവിഷൻ ഓഫ് ദ യൂണിഫോം സിവിൽ കോഡ് ഓഫ് ദ ഉത്തരാഖണ്ഡ് ഷുഡ് ബി സ്ക്രാപ്ഡ്. ദാറ്റ് ഈസ് ദ ആർഗ്യുമെന്റ് ഓഫ് ദ പെറ്റീഷണർ who approached the Uttarakhand High Court recently. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടിന് അതിന്റെ ബേസിൽ ഒരു അഫിഡവിറ്റ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞേക്കാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഇന്ത്യ സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസർ ഈസ് സോളിസിറ്റർ ജനറൽ. ഇന്ത്യസ് ഹയസ്റ്റ് ലോ ഓഫീസർ ഈസ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഈസ് ആർ വെങ്കട്ടരമണി. ഇന്ത്യസ് ഹയസ്റ്റ് ലോ ഓഫീസർ ഈസ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഈസ് R. Venkataramani. India's second highest law officer is Solicitor General. Solicitor General of India is Tushar Mehta. He represented Uttarakhand government in Uttarakhand High Court, and he made a submission before the High Court judges that he will provide an affidavit about the stand of the government in this particular issue, whether this live-in relationship should be registered or not. That is a provision in Uttarakhand യൂണിഫോം സിവിൽ കോഡ്. പക്ഷെ അവർ പറയുന്ന കാര്യം വേറൊന്നും അല്ല. ഇതിൽ ഇൻഹെറിറ്റൻസ് പോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഇതിൽ ലിവിൻ റിലേഷൻഷിപ്പിൽ ഒരു കുട്ടി ഉണ്ടാവും, അതൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ആവാൻ പാടില്ല. ദാറ്റ് ചൈൽഡ് ഷുഡ് ഗെറ്റ് ദ ലീഗൽ റൈറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഫ്രം ദീസ് പേരൻസ്. അവര് ലിവിൻ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ അതൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ വിമൻ സേഫ്റ്റി, അതൊക്കെ ബേസ് ചെയ്താണ് ലിവിൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അവരുടെ പറയുന്ന ആർഗ്യുമെന്റിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പേജ്, Central government to hold next round of talks with farmers today. In the news, farmers already government of India held a fruitful discussion with farmers leaders regarding the implementation of legal guarantee to MSP, minimum support price. That discussion was made. That discussion was led by Union Minister Prahlad Joshi. That was reported by Hindu at that time. Now they are going to conduct the second round of discussion with the farmer leaders regarding a lot of issues. അതിൽ മെയിൻ ആയിട്ട് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ they want to get a legal guarantee for MSP. MSP means minimum support price. Minimum support price, you all know, I discussed in many current affairs sessions what is MSP, how it is being calculated, etc. And who is providing MSP to the farmers. Every Kharif and Rabi season. Kharif and Rabi are the two main agricultural seasons of India. During every Kharif and Rabi seasons, Government of India's CCEA. CCEA means Cabinet Committee on Economic Affairs. What is CCEA? Cabinet Committee on Economic Affairs. The chairman of CCEA, that sometimes in exams question will come. Who is the chairman of CCEA? Cabinet Committee on Economic Affairs. That is Indian Prime Minister. Chairman of Cabinet Committee on Economic Affairs is Indian Prime Minister. So, in every Rabi and Kharif seasons, Government of India CCEA, Cabinet Committee on Economic Affairs, under the chairmanship of Prime Minister, will declare MSP, minimum support price of various agricultural crops. But the farmers are demanding a legal guarantee for that. That's main contentious issues between the contentious issue between the farmers and the government. NGOs misusing foreign funds for proselytization. Sai. Sai means
വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായി. ഹു ഈസ് വിഷ്ണു ദിയോ സായി? വിഷ്ണു ദിയോ സായി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ്. ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ് ഈസ് വിഷ്ണു ദിയോ സായി. ഓക്കെ, അതറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് ഈസ് എഡിറ്റോറിയൽ പേജ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് അബൌട്ട് ജഡ്ജസ് ഡയലമ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ദിസ് ഈസ് അബൌട്ട് ദ റീസെന്റ് ലോക്പാൽ verdict about the High Court judges. Yesterday we discussed about that in the Hindu newspaper itself. A.M. Khanvilkar. He is the current Lokpal. അദ്ദേഹം ഒരു ജഡ്ജ്മെന്റ് ഇറക്കി. ഹൈക്കോർട്ട് ജഡ്ജസ് ആർ പബ്ലിക് സർവൻസ്, സോ ദേ ആർ അണ്ടർ ദ ആന്റി കറപ്ഷൻ ആക്ട്. സോ Lokpal can initiate corruption related charges and the related proceedings against the High Court judges. അതായിരുന്നു അവരുടെ ജഡ്ജ്മെന്റ്. ഇത് ഡീപ്ലി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്. ദിസ് വിൽ അഫക്ട് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നുള്ള പേരില് സീനിയർ അഡ്വക്കേറ്റ്സ്, സുപ്രീം കോടതി ജഡ്ജസ്, എവ്രി വൺ എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കി. എന്നിട്ട് സുപ്രീം കോടതി സുവോമോട്ടു ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു സിറ്റിംഗ് നടത്തുകയും എന്നിട്ട് അവര് ഈ ലോക്പാലിന്റെ ഈ ഒരു ജഡ്ജ്മെന്റ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ഹിന്ദു പറയുന്നത് ഈ പറയുന്നത് ശരിയാണ്. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് ഈ പറഞ്ഞ ലോക്പാലിന്റെ നടപടി ബാധിക്കും. സോ primarily this Lokpal judgment about the High Court judges is wrong എന്നാണ് ഹിന്ദുവിൽ പറയുന്നത്. The Lokpal view appears be prima facie incorrect എന്നാ പറഞ്ഞേക്കുന്നതിന്റെ അകത്ത്. അപ്പൊ ഈ ജഡ്ജസ്, പക്ഷെ ഇതിനിടയ്ക്ക് എം ഖാൻവിൽക്കർ തന്നെ വേറൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പോഴത്തെ ഖന്നയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കറപ്ഷൻ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുന്നിൽ കേസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിൻസ് സുപ്രീം കോർട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലുള്ള ഇതുപോലുള്ള ജഡ്ജിമാർക്കെതിരെ ഒന്നും കേസ് എടുക്കാനുള്ള അധികാരം ലോക്പാൽ ആക്ട് 2013 പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം വിധിച്ചത്. ഇവിടെ പറഞ്ഞു, ലാസ്റ്റ് മന്ത് ലോക്പാൽ ഹെഡഡ് ബൈ ഫോമർ സുപ്രീം കോർട്ട് ജഡ്ജ് A.M. Khanvilkar rejected a corruption complaint against a former chief justice of India on the ground that the Lokpal Act 2013 did not concern apex court judges and that its reference to persons who are members of any body or authority created by an act of parliament cannot be applied to the Supreme Court, an institution established by the Constitution. അവിടെ പറയുന്നുണ്ട് A.M. Khanvilkarന്റെ വിധി എന്തായിരുന്നു വെച്ചാല്, കോൺസ്റ്റിറ്റ്യൂഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, you all know that Supreme Court is a constitutionally established institution. Inside our constitution there is separate article for the creation of constitution and ജഡ്ജസിന്റെയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇപ്പൊ ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ബേസിൽ, പാർലമെന്റിന്റെ ഒരു ആക്ടിന്റെ ബേസിലാണ് ഒരു ബോഡി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അധികാരം, സിൻസ് ദേ ആർ പബ്ലിക് സർവന്റ്, അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അധികാരം ലോക്പാൽ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോർട്ട് പലതും ഓരോരോ സ്റ്റാറ്റ്യൂട്ടിന്റെ ബേസിൽ ഫോം ചെയ്യപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ടുകളിലെ ജഡ്ജസ് പബ്ലിക് സർവൻസ് ആണ്. അതുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ലോക്പാലിന് അവകാശമുണ്ടെന്ന് A.M. Khanvilkar വിധിക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സുപ്രീം കോർട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അത് പാർലമെന്റിലെ ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ബേസിൽ ഫോം ചെയ്യപ്പെട്ട സാധനമല്ല. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ അകത്ത് വരുന്ന ആൾക്കാർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അവകാശം ഇവർക്ക് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഖാൻവിൽക്കറിന്റെ വിധി പറയുന്നത് അത് ലോക്പാൽ ആക്ട് 2013 അതിനുള്ള പവർ ലോക്പാലിന് കൊടുക്കുന്നില്ലെന്ന്. അതേ സമയത്ത് ഹൈക്കോർട്ടുകൾ എന്ന് പറയുന്നത്, however in respect of high court judges it said high courts established by statutes creating the respective states were statutory bodies. അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ടുകൾ സ്റ്റാറ്റ്യൂട്ട് മുഖേന ഫോം ചെയ്തതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ആൻഡ് their judges were persons within the meaning of section 14 of the Lokpal Act. അതുകൊണ്ട് ഹൈക്കോർട്ട് ജഡ്ജസിനെതിരെ ആക്ഷൻ എടുക്കാമെന്നാണ് ഖാൻവിൽക്കർ വിധിച്ചത്. പക്ഷേ ഇതില് ഹിന്ദുവിൽ തന്നെ പറയുന്നുണ്ട് ഒരു കോടതി വിധി, കെ വീരസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസില്
നോ കേസ് ക്യാൻ ബി രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ദ ജഡ്ജസ്. മെയിൻലി സുപ്രീം കോടതി അവർ പറയുന്നത് ഈവൻ ദോ ഇറ്റ് ഓൾസോ സെഡ് ജഡ്ജസ് ഫോർ പബ്ലിക് സർവൻസ് ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. പബ്ലിക് സെർവൻസ് തന്നെയാണ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിമാരെങ്കിലും ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി കോംപ്രമൈസ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ ജഡ്ജസിന് അഗെയിൻസ്റ്റ് ആയിട്ട് CJI അല്ലാതെ വേറെ ആർക്കും ഒരു ആക്ഷനും CJI അറിയാതെ ഒരു ആക്ഷനും എടുക്കാനുള്ള അവകാശമില്ലെന്ന് CJI മീൻസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വീരസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ 1991 സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് CJI സുപ്രീം കോടതിയെ വെറുതെ വിട്ടത്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ. പക്ഷേ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഹിന്ദു പറഞ്ഞേക്കുന്നത് അങ്ങനെ എടുക്കാൻ ഈ ഒരു കേസ് തന്നെ ആധാരമാക്കി നോക്കിയാൽ ഇത് സുപ്രീം കോടതിക്ക് അല്ല ജഡ്ജിമാർക്ക് അനുകൂലമായിട്ട് പറഞ്ഞേക്കുന്ന ഈ കാര്യം ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആക്ച്വലി ലോക്പാലിനെക്കാളും മുകളിലാണ് ഈ പറഞ്ഞ ജഡ്ജിമാരെല്ലാം, ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും ഒക്കെ. അപ്പൊ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക അത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുമെന്ന് പറഞ്ഞത് സത്യമാണ്. ഇപ്പൊ ഒരു ആക്ഷൻ എടുക്കണത് എങ്ങനെയാണ്? ഒന്നുകിൽ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് റെക്കമെൻഡ് ചെയ്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും ആക്ഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ റിസൈൻ ചെയ്യാൻ പറയും. ഈ ജഡ്ജിമാർക്കെതിരെ പ്രൈമ ഫേസി പിന്നെ ഈ ചാർജസ് നിലനിൽക്കുന്നതാണെങ്കിൽ അവരുടെ റിസൈൻ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അത് ഫോർവേഡ് ചെയ്യപ്പെടുകയും അവർ ഇംപീച്ച്മെന്റ് നടപടി വഴി ഈ ജഡ്ജിമാരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ജഡ്ജിമാർക്കെതിരെ ക്രെഡിബിൾ ആയിട്ടുള്ള കറപ്ഷൻ അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ഈ നടപടികൾ പോരാ എന്ന് തോന്നിയാൽ എന്തെങ്കിലും മറ്റ് രീതിയിലുള്ള ഒരു സംവിധാനം ഈ ജഡ്ജിമാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ, കറപ്ഷൻ ചാർജസിന്റെ ബേസിൽ ആക്ഷൻ എടുക്കാൻ വേണമോ, ഒരു പാരലൽ സംവിധാനം കൂടെ വേണമോ, ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് വഴി അല്ലാതെ, അല്ലെങ്കിൽ ജഡ്ജിമാരുടെ സ്വയം റിസിഗ്നേഷൻ ചെയ്യാൻ പറയുക അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നടപടിയും കൂടെ വേണമോ, എന്തെങ്കിലും ഒരു മെക്കാനിസം കൂടെ വേണമോ എന്ന് സുപ്രീം കോടതി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം പലപ്പോഴും ജഡ്ജിമാർക്കെതിരെ ക്രെഡിബിൾ ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടാവാറുണ്ടെന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നു. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ സദേൺ ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. Southern discomfort എന്ന് പറഞ്ഞ editorial is about the meeting conducted by the southern states in Thiruvananthapuram against the UGC's latest recommendations. UGCയുടെ കുറച്ച് ഇപ്പൊ പുതുതായിട്ട് വന്ന കുറച്ച് വൈസ് ചാൻസലർ അല്ലെങ്കിൽ മറ്റ് കോളേജ് ടീച്ചേഴ്സ് ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ചില റെഗുലേഷൻസ്, ചില റെക്കമെൻഡേഷൻസ്, അതെല്ലാം ഡ്രാഫ്റ്റാണ് വന്നിട്ടുള്ളത്, ഇത് ഫൈനൽ ആയിട്ടില്ല. അപ്പം അത് സ്റ്റേറ്റുകളുടെ അവകാശങ്ങളെ ബാധിക്കുന്നതാണ്, ഇത് ആന്റി ഫെഡറൽ ആണ് എന്നുള്ള ഒരു വാദം സദേൺ സ്റ്റേറ്റുകൾ, എസ്പെഷ്യലി കോൺഗ്രസ് റൂൾഡ് സ്റ്റേറ്റുകൾ, പിന്നെ മറ്റ് ചില ഓപ്പോസിഷൻ സ്റ്റേറ്റുകൾ, ഈവൻ BJPയുടെ അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ചില NDA പാർട്ട്നേഴ്സും ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും എന്തായാലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഒരു മീറ്റിംഗിൽ സദേൺ സ്റ്റേറ്റുകൾ ഈ പറഞ്ഞ UGC റെക്കമെൻഡേഷൻസ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർ പ്രൈം മിനിസ്റ്റർ മോദിയെയും ഒപ്പം കോടതിയെയും സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UGCയുടെ റെക്കമെൻഡേഷൻസ് വിത്ഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. UGCയുടെ റെക്കമെൻഡേഷൻ വേറെ ഒന്നുമല്ല, മെയിൻലി വൈസ് ചാൻസലറെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സെലക്ട് കമ്മിറ്റിയാണ് അത് ചെയ്യാൻ പോകുന്നത്, സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ഘടന എങ്ങനെയാണ്? ചാൻസലറിന്റെ നോമിനി, ചാൻസലർ മിക്ക സ്റ്റേറ്റിലും ഗവർണറാണ്. അപ്പൊ ഗവർണർ നോമിനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് നോമിനി ആയിരിക്കും. പിന്നെ UGC ചെയർമാൻ കാണും, പിന്നെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ സെനറ്റ് കാണും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് ഒരു റെപ്രസെന്റേറ്റീവ് കാണത്തില്ല. ഓൾമോസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. എന്തിന്റെ സെലക്ഷനിൽ? വൈസ് ചാൻസലേഴ്സിന്റെ സെലക്ഷനിൽ, പിന്നെ ചില അപ്പോയിന്റ്മെന്റുകളുടെ സെലക്ഷനിൽ, മറ്റു ചില അപ്പോയിന്റ്മെന്റുകളുടെ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി. പക്ഷെ സ്റ്റേറ്റുകൾ പറയുന്നത് എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്, സ്റ്റേറ്റുകൾക്കും ഇതിൽ അവകാശമുണ്ട്. രണ്ടാമതായിട്ട് മിക്കവാറുള്ള സ്റ്റേറ്റ് റൺ യൂണിവേഴ്സിറ്റീസിന്റെ എല്ലാം ഫണ്ടിങ്ങിൽ മെജോറിറ്റി വരുന്നത് സ്റ്റേറ്റിൽ നിന്നാണ്. സോ സെൻട്രിൽ നിന്ന് അത്ര യൂണിവേഴ്സിറ്റികളുടെ ഫണ്ടിങ് കുറവായിരിക്കും. UGCയുടെ ഫണ്ടിങ് വരുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. അപ്പം സ്റ്റേറ്റുകളുടെ അവകാശം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആന്റി ഫെഡറലാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വിത്ഡ്രോ ചെയ്യണം. അപ്പൊ എന്തായാലും ഇത് രണ്ട് കാര്യങ്ങൾ നടക്കാൻ പോയി. ഒന്നത് അവർ എക്സിക്യൂട്ടീവ് ലെവലിൽ പ്രൈം മിനിസ്റ്റർ എടുത്ത് ടേക്കപ്പ് ചെയ്യും. രണ്ടാമത് ദേ ആർ ഗോയിങ് ടു കോർട്ട് ഫോർ എ ലീഗൽ റെമഡി ഫോർ ദിസ് പ്രോബ്ലം. അപ്പൊ UGC എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവർ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്, അതുകൊണ്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം എന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ.
ഇത് രണ്ടുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. പിന്നെ മോദിയുടെ US വിസിറ്റിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് എഴുതിയിരിക്കുന്ന ചന്ദ്രജിത്ത് ബാനർജിയാണ്. ഹീസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. CII ഈസ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഡയറക്ടർ ജനറൽ ആണ് ചന്ദ്രജിത്ത് ബാനർജി. മോദിയുടെ ഈ പറഞ്ഞ US-ലേക്കുള്ള വിസിറ്റ് കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തത് BTA ആണ്, ബയലാട്രൽ ട്രേഡ് എഗ്രിമെന്റ്. ദാറ്റ് ഈസ് ഗോയിങ് ടു become a reality soon. I told you yesterday, Donald Trump is going to visit India in September for attending Quad Summit. Quad Summit means quadrilateral, India, USA, Japan, Australia. For attending that summit, Donald Trump will visit India in September. Before that, this bilateral trade agreement will be finalized. This bilateral trade agreement is the first step for formalization of an FTA between India and USA. FTA means free trade agreement. That is trade without any tariffs. So tariff is the biggest problem between India and USA. Donald Trump is always complaining about the high tariffs India is imposing against US goods and services. So if India can make a free trade agreement, FTA with USA, that concern will be addressed. The first step to an FTA free trade agreement is BTA, bilateral trade agreement. So that announcement itself is a very positive sign for the industries in India and USA എന്നാണ് അദ്ദേഹം ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞേക്കുന്നത്. അപ്പൊ അതല്ലാതെ വേറെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. India and USA decided to increase the bilateral trade to $500 billion by 2030. $500 billion by 2030. That is an ambitious target, but it is achievable എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മിഷൻ 500 എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. മെയിൻലി ഇന്ത്യക്ക് US-നിടയിൽ IT, ഫാർമ, ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽസ് ഇങ്ങനെ ഒരുപാട് ട്രേഡുകൾ നടക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംഭവം ഇന്ത്യക്ക് US-നിടയിൽ ട്രസ്റ്റ് ഈസ് an abbreviation. Trust, expansion of trust is transforming the relationship utilizing strategic technology. That is trust. അത് ഇന്ത്യക്ക് US-നിടയിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ്. മെയിൻലി സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിഫൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, എനർജി, സ്പേസ്, ഈ മേഖലയിലെല്ലാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മാക്സിമം എൻഹാൻസ് ചെയ്ത് ഈ ടെക്നോളജീസിന്റെ എല്ലാത്തിന്റെയും അഡ്വാൻസ്മെന്റ് ഈ രണ്ട് രാജ്യങ്ങളിലും മാക്സിമം എൻഷുർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. സോ ട്രസ്റ്റിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കണം. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി. ദാറ്റ് ഈസ് ട്രസ്റ്റ്. അപ്പം ഇന്ത്യക്ക് US-നിടയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെയിൻ ഫോക്കസ് ഏരിയാസ് ആണ് ഡിഫൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടേഴ്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, എനർജി ആൻഡ് സ്പേസ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഇന്ത്യ വലിയൊരു ഗ്ലോബൽ പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ട്രസ്റ്റ് പോലുള്ള ഒരു സംവിധാനം ഇന്ത്യക്കിടയിലും US-നിടയിലും ഉണ്ടാവുന്നത് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കും. അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇനിഷ്യേറ്റീവ്സ് അതിൽ ഞാൻ പറഞ്ഞല്ലോ, F-35 ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തു US. അതുപോലെ ഇന്ത്യയുടെയും US-ന്റെ ഇടയിൽ ഒരുപാട് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ജോയിന്റ് ഡെവലപ്മെന്റിനും ജോയിന്റ് മാനുഫാക്ചറിങ്ങിനും ഒക്കെ ഉള്ള ഒരു കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഒരു 10-year ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫോർത്ത് എന്ന് പറയുന്നത് എനർജി കോർപ്പറേഷൻ ആണ്. എനർജി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ US-ന്റെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസും ഒക്കെ ഇന്ത്യ കൂടുതൽ വാങ്ങാം എന്ന് സമ്മതിക്കുന്നു. അത് US-ന്റെ ഇന്ത്യയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. പ്ലസ് ഇന്ത്യ ബൈ 2047 wants to generate 100 gigawatt of power from nuclear energy. For that, India is going to build a lot of SMR. SMR means small modular reactors. So this will give a lot of opportunity for American companies which are engaged in nuclear reactor installation. അപ്പൊ അവര് ഒരുപാട് SMRs ഒക്കെ സ്ഥാപിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ IMEC ആണ് അടുത്തൊരു മേഖല. IMEC means India Middle East Europe Economic Corridor. That is a trade corridor or connectivity project proposed by US President Joe Biden and Indian Prime Minister Narendra Modi during 2023 G20 summit, but that is much delayed because of the war happening between Hamas and Israel. But that project
വിൽ ബി റിവൈവ്ഡ് വൺസ് ദിസ് വാർ ഈസ് കംപ്ലീറ്റ്ലി ഓവർ. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി, അതായത് സൗദി, UAE വഴി, ഇസ്രായേൽ വഴി, ഗ്രീസ്, ഫ്രാൻസ് ഒക്കെ വഴി അമേരിക്ക വരെ നീളുന്ന ഒരു കോറിഡോറാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതിന്റെ ഫാസ്റ്റ് ട്രാക്കിംഗ്. പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ വലിയ സംഭവങ്ങൾ, അതായത് അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ അവരുടെ ക്യാമ്പസ് തുറക്കും. അതിനും ഉള്ള ധാരണ ഏതാണ്ട് ആയിട്ടുണ്ട്. അമേരിക്കയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇല്ലേ, ഇപ്പൊ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ക്യാമ്പസ് ഉടനെ തുറക്കുമെന്ന് പറയുന്ന പോലെ അമേരിക്കയിലെ വൻ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഹാർവാർഡും ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കും. ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മൂവായിരുന്നു മോദിയുടെ US വിസിറ്റ് എന്ന. പിന്നെ ഇത് കൺവേർട്ടിംഗ് കോർട്ട് കേസ് ബാക്ക്ലോഗ് ഇൻ ടു ട്രഷർ ട്രോവ്സ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് സംഭവം വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ എത്രയെങ്കിലും കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിന്റെ കണക്കതി പറഞ്ഞത് സുപ്രീം കോടതി മാത്രം 82,000 കേസ്, ഹൈക്കോർട്ടുകളിൽ 62 lakh കേസ്, ലോവർ കോർട്ടുകളിൽ ഏതാണ്ട് 5 crore കേസുകൾ. ഇതൊരിക്കലും ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഈ ബാക്ക്ലോഗ് സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റൂല. കാര്യം അത്ര നിങ്ങൾ നോക്കിയാൽ 5 crore കേസുകളാണ് ഇന്ത്യയിലെ ലോവർ കോർട്ടുകളിൽ, 62 lakh കേസുകളാണ് ഇന്ത്യയിലെ ഹൈക്കോർട്ടുകളിൽ, 80,000 കേസുകൾ സുപ്രീം കോടതി. അദ്ദേഹം ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ സജഷൻ ഇതിൽ ഒരുപാട് കേസുകൾ, ലാൻഡ് ഡിസ്പ്യൂട്ടുകൾ, നെയ്ബേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ, സ്വത്ത് തർക്കം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊക്കെ കോടതിയിൽ വിചാരണ ചെയ്ത് ലിറ്റിഗേഷൻ വഴി തീർക്കാമെന്ന് കരുതി ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ടുഗദർ. ആൻഡ് ജസ്റ്റിസ് ഡിലേഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ്. വർഷങ്ങൾ കൊണ്ട് ഇത് പരിഹരിച്ചാൽ അത് ജസ്റ്റിസ് ഡിനൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഔട്ട് ഓഫ് കോർട്ട് മീഡിയേഷൻ വഴി സെറ്റിൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇന്ത്യയിലുണ്ട്. 2005 തൊട്ട് തന്നെ ഇന്ത്യയിൽ അതിൻ്റെ ഒരു സംഭവമുണ്ട്. പക്ഷെ അതൊരു വലിയ ഒരു സംഗതിയായിട്ട് ഇതുവരെയ്ക്കും ആരും കൺസിഡർ ചെയ്ത് അതിനൊരു വലിയ മൂവ്മെന്റ് ആക്കി മാറ്റിയിട്ടില്ല. അങ്ങനെ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റിയാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് ത്രൂ മീഡിയേഷൻ സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ മീഡിയേഷന് വേണ്ടി പ്രൊഫഷണൽസ് ഉണ്ട്. അവർ ആ മീഡിയേഷന് ഒരു ചാർജ് വാങ്ങും. ആ ചാർജ് അവർക്ക് റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള അവരുടെ ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യും. അത് വളരെ പെട്ടെന്ന് അപ്പം നമുക്ക് ഈ കേസ് മീഡിയേഷൻ വഴി തീർക്കാൻ പറ്റും. പിന്നെ കോംപ്ലക്സ് കേസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. എന്നാൽ പോലും കോടതികൾ വഴിയുള്ള ലിറ്റിഗേഷൻ വഴി ഉണ്ടാകുന്ന കാലതാമസം ഭയങ്കരമായിട്ട് പരിഹരിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ റെമ്യൂണറേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ ഈ മീഡിയേഷൻ പ്രൊഫഷണൽസിന്, അതെന്ന് വെച്ചാൽ നമ്മളെ കോടതിയിൽ കയറി ഇറങ്ങുന്ന കേസും സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ആയിരിക്കില്ല അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പോലും. അതാണ് ബെസ്റ്റ് വേ. അതിനെക്കുറിച്ച് നമ്മളെ കോടതികളും പൊതുജനങ്ങളും ഗവൺമെന്റും ഒക്കെ ചിന്തിച്ചു കൊടുക്കണം. മാക്സിമം കേസസും മീഡിയേഷൻ വഴി തീർക്കാൻ. കൊലപാതക കേസൊന്നും പറ്റൂല, അല്ലാത്ത കേസുകൾ, അങ്ങനത്തെ കേസുകളാണല്ലോ ഇന്ത്യയിൽ കൂടുതലുള്ളത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഗ്രൗണ്ട് സീറോ വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ NMCയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NMC മീൻസ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്റർ ആണ് NMC. മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ ആരാണ്? NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ബാക്കി പേജിലെ ന്യൂസ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സെന്റർ ടു പുട്ട് മോർ ക്രിട്ടിക്കൽ മിനറൽസ് മൈൻസ് ഓൺ ഓപ്ഷൻ എന്നൊരു ന്യൂസ് ഉണ്ട്. അതിലെനിക്ക് ആകെ പറയാറുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇന്ത്യയുടെ NCMM എന്താണ് നടന്നിരിക്കുക? NCMM, നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. NCMM മീൻസ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. അത് 16,300 crore ഒരു മിഷനാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഈയിടയ്ക്ക് അപ്രൂവ് ചെയ്ത മിഷനാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ. ഇറ്റ് ഈസ് എ 16,300 crore മിഷൻ. അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കണം. ഇതിൽ ഇന്ത്യയിൽ ഒരുപാട് റെയർ മിനറൽസ്, ക്രിട്ടിക്കൽ മിനറൽസ് നമുക്ക് ഭയങ്കര ഷോർട്ടേജാണ്. പക്ഷെ ഇന്ത്യയിൽ കുറേയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ. അത് ഇന്ത്യക്കകത്ത് ആ മൈനുകൾ ഓപ്ഷൻ ചെയ്ത് ആ മൈനുകളിൽ നിന്ന് നമുക്ക് മാക്സിമം ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുക. പ്ലസ് നമുക്ക് ഫുൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഫോറിൻ കൺട്രീസുമായിട്ട് കൊളാബറേഷനിൽ ഫോറിൻ കൺട്രീസിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. ചൈനയുടെ മുകളിലുള്ള ഒരു വലിയ ഡിപ്പെൻഡൻസ് ഉണ്ട്, അത് കുറച്ചുകൊണ്ട് വരിക. അങ്ങനെ ഇതിന്റെ ഒരു സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എന്തിന്റെ സപ്ലൈ ചെയിൻ? ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ NCMM. വേറെ ഒന്നും ഈ പേജ് പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ Kuno National Park in the 5 more cheetahs released into forest. You all know Project Cheetah. Project Cheetah is a
project by Government of India to relocate cheetahs from African countries, especially from South Africa and Namibia, as an experiment that was started in Kuno National Park. It is in Madhya Pradesh. Now more than 20 cheetahs are there, and they are now safe also. So after an initial period of എന്താ പറയുക, ഒരു ബ്രീഡിങ്ങിനും കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി കുറെ കാലം അത് നാഷണൽ പാർക്കിലായിരുന്നു. ഇപ്പോൾ അതിനെ ഫോറസ്റ്റിലേക്ക് തുറന്നുവിടാൻ തുടങ്ങി. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവിന്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് ബാച്ചിനെ തുറന്നുവിട്ടു. ഇപ്പോൾ കുറച്ച് ചീറ്റകളുടെ വീണ്ടും തുറന്നുവിട്ടു. ഇപ്പൊ ഇന്ത്യയിലെ ചീറ്റകളും ഇനിയിപ്പോൾ ഒരുപാട് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനാണ് പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നത്. അതിന് തെരഞ്ഞെടുക്കപ്പെട്ടത് നാഷണൽ പാർക്കുകളിൽ ഒരെണ്ണമായ കുനോ നാഷണൽ പാർക്കാണ്. അത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് സെക്ഷൽ ഇക്വാലിറ്റി മസ്റ്റ് ബി പാർട്ട് ഓഫ് സിലബസ്, സുപ്രീം കോടതി. അത് നമ്മുടെ സ്കൂളുകളിൽ സെക്ഷൽ ഇക്വാലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കണം. ബോയ്സ് ആണ് ഗേൾസിനെക്കാളും സുപ്പീരിയർ നമ്മളെ വീടുകളിൽ പഠിപ്പിച്ചു വിടുന്ന ഒരു സിസ്റ്റമാണ്. അത് ഒഴിവാക്കി ഗേൾസ് ഷുഡ് ബി റെസ്പെക്ടഡ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ ടു ബോയ്സ് എന്നുള്ളൊരു സംഭവം സ്കൂൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതി ഇതുപോലെ പറഞ്ഞിരിക്കുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ അമിഡ് ഗ്രോയിങ് ത്രെറ്റ് ഫ്രം ഡ്രോൺസ്, ആർമി ടു സ്ട്രെങ്തൻ ഇറ്റ്സ് എയർ ഡിഫൻസ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യ മെയിൻലി എയർ ഡിഫൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ സംഭവം S-400 ആണ്. S-400 ഈസ് എ റഷ്യൻ മെയ്ഡ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. ഇതല്ലാതെ ഇന്ത്യ സ്വന്തമായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇപ്പൊ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. BMD, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ PMI കുറിച്ചുള്ള ന്യൂസ് കാണാം. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇൻഡെക്സ് ആണ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടറിന്റെയും മാനുഫാക്ചറിംഗ് സെക്ടർ രണ്ടിന്റെയും കാൽക്കുലേറ്റ് ചെയ്യും PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഉപയോഗിച്ച്. എനി റീഡിംഗ് എബവ് 50 ഈസ് ഷോയിങ് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ. ഇപ്പൊ ഇന്ത്യയുടെ സർവീസ് സെക്ടർ കഴിഞ്ഞ മാസം കാണിച്ച 60.6 ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ സർവീസ് സെക്ടർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സഞ്ജയ് മൽഹോത്ര, ഇന്ത്യയുടെ RBI ചീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. സഞ്ജയ് മൽഹോത്ര ഇസ് ദ ഗവർണർ ഓഫ് RBI. പിന്നെ വേൾഡ് പേജിലേക്ക് വരുമ്പോ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെ. വേറെ ബെലറൂസിന്റെ പ്രസിഡന്റിന്റെ പേര് എഴുതി വെച്ചോ, അലക്സാണ്ടർ ലുക്കാഷെങ്കോ. He is the president of Belarus. പിന്നെ ഇമാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. FBI പുതിയ ഡയറക്ടർ. FBI മീൻസ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് FBI. US ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായിട്ട് ക്യാഷ് പട്ടേലിനെ സെലക്ട് ചെയ്തു. ക്യാഷ് പട്ടേൽ, he is an Indian origin man. Cash Patel, FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ചീഫ്. വേറൊന്നോടെ പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് യു ക്യാൻ സീ ദ ഫോട്ടോഗ്രാഫ് ഓഫ് മുഹമ്മദ് ബിൻ സൽമാൻ ഹിയർ. Muhammad bin Salman is the de facto ruler of Saudi Arabia. He is the crown prince of Saudi Arabia. MBS, Muhammad bin Salman. പിന്നെ രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കേരള എത്തി. ഫോർ ദ ഫസ്റ്റ് ടൈം കേരള entered the രഞ്ജി ട്രോഫി ഫൈനൽ. സോ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ കേരള. സോ നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് രഞ്ജി ട്രോഫി. ആൻഡ് ഫൈനൽ കേരള ഈസ് ഗോയിങ് ടു മീറ്റ് വിദർഭ. ഇന്നലെ മുംബൈയെ തോപ്പിച്ചു. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. മറ്റൊന്നും ഡിസ്കസ് ചെയ്യാല്ല. അടുത്ത ദിവസം ബാക്കി കാണാം. താങ്ക് യു.